വെൽക്കം ടു എജുസോൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽ നമ്പേഴ്സിന്റെ ഡിവിഷനെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിന്റെ ഡിവിഷനെ കുറിച്ചിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ചോദ്യം വരുന്നത് 5 ഡിവൈഡഡ് ബൈ 0.1. ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് 5നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് പറയുന്നത്? 0.1. അതായത് 5 ഡിവൈഡഡ് ബൈ 0.1. അപ്പൊ ഈ കേസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം സംഖ്യകൾ എഴുതി വെക്കുക അല്ലെ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സംഖ്യകൾ എഴുതി വെക്കുക എന്നുള്ളതായിരുന്നു. അതായത് 5/1 എന്ന് കൊടുത്തു. അതിനുശേഷം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെസിമലിന് ശേഷം എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഇവിടെ ഡെസിമലിന് ശേഷം എത്രയാണ്? സംഖ്യകളില്ല, അതായത് 0. ഇവിടെയോ ഡെസിമലിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? 1 ഉണ്ട് അല്ലെ. അപ്പൊ എവിടെയാണ് കുറവ് വരുന്നത്? ന്യൂമറേറ്ററിൽ. അപ്പൊ ഇവിടെ നമ്മൾ ഇൻറ്റു 1 കൊടുത്തു. ഇനി 0 1 തമ്മിൽ എത്രയാണ് വ്യത്യാസം വരുന്നത്? 1 ആണ് അല്ലെ. അപ്പൊ എത്ര 0 വരുന്നുണ്ട്? ഒരു 0. അതായത് 5 × 10 ഡിവൈഡഡ് ബൈ 1 എന്നാണ് അതിന്റെ ആൻസർ. അതായത് 50/1 ഈക്വൽ ടു എത്ര വരും? 50. അപ്പൊ നമ്മളെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 50. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 100.75 ഡിവൈഡഡ് ബൈ 25. അതായത് 100.75 ഡിവൈഡഡ് ബൈ 25. ഈ കേസിൽ നമ്മൾ ആദ്യം സംഖ്യകൾ എഴുതി കൊടുക്കുക. 25 അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ ഉണ്ട് നോക്കാം. ന്യൂമറേറ്ററിലെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളാണ് വരുന്നത്? 2 സംഖ്യകൾ വരുന്നുണ്ട്. താഴെയോ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്രയെങ്കിലും സംഖ്യ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ എത്രയാണ്? 0 ആണ്. അപ്പൊ എവിടെയാ കുറവ് വരുന്നത്? ഡിനോമിനേറ്ററിലാണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ ഇൻറ്റു 1 എന്ന് കൊടുത്തു. ഇനി 2ഉം 0 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. അപ്പൊ എത്ര സീറോസ് നമ്മൾ കൊടുക്കണം? 2 സീറോസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ 100 കൊണ്ട് നമ്മൾ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 10075 ഡിവൈഡഡ് ബൈ എത്ര വരും? 2500 അല്ലെ. 10075 ഡിവൈഡ് ബൈ 2500. ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് 25 കൊണ്ട് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അതായത് 2500 എത്ര 25 ഉണ്ട് നോക്കാം. എത്ര 25 എത്ര 25 ഉണ്ട്? ഒരു 25. പിന്നെ 00 ആഡ് ചെയ്തു, 100 കിട്ടി കേട്ടോ. ഇനി 100 എത്ര 25 ഉള്ളത്? 4 ആണ്. ഓക്കെ, 4 25 ആണ് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 0 കൊടുക്കുക. പിന്നെ എന്താണ്? 75 എത്രയാണ് വരുന്നത്? ഒരു 25 50 3 അല്ലെ. അപ്പൊ 403 നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എന്താ? 403 ഡിവൈഡഡ് ബൈ 100. ഇതാണ് നമ്മളുടെ ആൻസർ വരേണ്ടത്. അപ്പൊ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അപ്പൊ 2 സംഖ്യ കഴിഞ്ഞിട്ട് നമ്മൾ എന്തിട്ട് കൊടുക്കണം? പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ 4.03. ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, 4.03. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.08 ഇൻറ്റു 2.5 ഡിവൈഡഡ് ബൈ 0.025. ഓക്കെ, നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇതൊക്കെ ചെയ്യും. അപ്പൊ നമ്മളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 0.08 ഇൻറ്റു 2.5 ഡിവൈഡഡ് ബൈ 0.025. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സംഖ്യകൾ എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരിക? 8 ഇൻറ്റു ഈ സംഖ്യ എത്ര? 25 ഡിവൈഡഡ് ബൈ ഇനി എത്ര വരുന്നത്? 25 ആണ് വരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കേണ്ടത് എന്താ? ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ ഉണ്ട് നോക്കാം. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 1. അപ്പൊ ടോട്ടൽ എത്രയായി? 3. താഴെ നോക്കിക്കഴിഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്രയുണ്ട്? 3. അപ്പൊ മുകളിലും 3 ആണ്, താഴെയും 3 ആണ്, വ്യത്യാസം ഇല്ല. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മളത് വരേണ്ടത്. അപ്പൊ ഈ 25ഉം 25ഉം കൂടെ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ആൻസർ വരുന്നത് എത്രയാണ്? 8 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി. ക്ലിയർ? നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 0.0000312 ഡിവൈഡഡ് ബൈ 0.13 ഇൻറ്റു 0.2. ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ സാധാരണ കണ്ടുപിടിച്ച അതേ മെത്തേഡിൽ തന്നെ നോക്കാം. ആദ്യം എന്ത് എഴുതാം? സംഖ്യ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മളെ സംഖ്യ ഏതാണ്? ഇവിടെ വരുമ്പം ഏതാണ്? 312 അല്ലെ. 312 ഡിവൈഡഡ് ബൈ താഴെ നോക്കുന്ന സമയത്ത് 13 ഉണ്ട്, ഇവിടെ ആരും ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ 13 ഇൻറ്റു 2. ക്ലിയർ ആണോ? അടുത്ത നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഡെസിമൽ സംഖ്യ, അതായത് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഇവിടെ 1 2 3 4 5 6 പ്ലേസുകൾ ഉണ്ട്, അതായത് 6 സംഖ്യകളുണ്ട്. ഇവിടെയോ ഡെസിമൽ കഴിഞ്ഞിട്ട് 1 2, ഇവിടെ 1. അതായത് ടോട്ടൽ എത്രയുള്ളത്? 3 ആണ് വരുന്നത്.
അപ്പൊ ഇവിടെ ഏതിലാണ് കുറവുള്ളത്? താഴെയാണ് അല്ലെ. അപ്പൊ ഇവിടെ 3 ഉള്ളൂ. അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? 3 വ്യത്യാസം വരുന്നത് അല്ലെ. 6ന്ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 3 വ്യത്യാസം വരുന്നത്. അപ്പൊ കുറവുള്ള ആള് താഴെയാണ് അല്ലെ, അതായത് ഡിനോമിനേറ്റർ ആണ്. അപ്പൊ ഇൻറ്റു 1 കൊടുത്തു. ഇനി എത്രയാ വ്യത്യാസം വരുന്നത്? 3 വ്യത്യാസം വരുന്നത്. അപ്പൊ എത്ര സീറോസ് നമ്മൾ ആഡ് ചെയ്യണം? 3 സീറോസ് ആഡ് ചെയ്യണം. അപ്പോൾ 1 2 3 സീറോസ് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവരെ എന്ത് ചെയ്യാണ്? സിംപ്ലിഫൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ 13നെയും 312നെയും തമ്മിൽ ചെയ്ത് നോക്കാം. അപ്പൊ 312 ഡിവൈഡഡ് ബൈ 13. ഓക്കെ, എത്ര 13 ഉണ്ട്? 13 13 വരുന്നുണ്ടോ? നോക്ക്, ഒരു 13 13 രണ്ട് 13 നോക്കുന്ന സമയത്ത് 3 2 6 1 2 2 അല്ലേ. അപ്പോൾ 3 2 6 1 2 26 കിട്ടി. ഇനി അതിനോട് എന്ത് കൂടൂല? ഒരു 13 കൂടെ കൂടിയാൽ നമുക്ക് എന്ത് വരില്ല? 31 വരില്ല. അപ്പൊ എത്രണ്ണേ വരുള്ളൂ? 2 വരുള്ളൂ അല്ലെ. 2 13 എത്രയാന്ന് കിട്ടി? 26 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് 52 എത്ര 13 ഉണ്ട് എന്നാണ്. അപ്പൊ 2 13 എത്രയാന്നുള്ളത് നമ്മൾ കണ്ടു, 26 ആണെന്നുള്ളത് കണ്ടു. അപ്പൊ ഇനി 3 നോക്കാം. 13 ഇൻറ്റു 3 നോക്കി നോക്കാം. 3 3 9 ആണ്. ഒരു 3 3 അതായത് 39 ആണ് 3 വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി 4 നോക്കാം. 13 ഇൻറ്റു 4 നോക്കിയാൽ 3 4 12 ഇഷ്ടം 1 1 4 4 1 എത്രയാണ് വരുന്നത്? 5. ഓക്കെ, അപ്പൊ എത്ര എണ്ണം വേണം? 4. അപ്പൊ നമ്മളുടെ ആൻസർ എത്രയാണ്? 4 13 52 എന്ന് കിട്ടി. ക്ലിയർ? അതായത് 13ല് 312ല് എത്ര 13 ഉണ്ടെന്നാ മനസ്സിലായത്? 24 ക്ലിയർ? ഇനി 24ഉം എന്തും തമ്മിൽ ചെയ്യാം? രണ്ടും തമ്മിൽ ചെയ്യാം. അതായത് 24 എത്ര 2 വരുന്നത്? 12 2 എത്രയാണ്? 24. അപ്പൊ നമ്മൾ 12 കൊടുത്തു. ഓക്കെ, അപ്പൊ 12 ബൈ എത്രയാണ് നമ്മളെ ആൻസർ വരുന്നത്? 12 ബൈ ഇനി ഇവിടെ വരുന്ന ആരാണ്? 1000. ക്ലിയർ? അപ്പൊ നമ്മൾ ആൻസറിൽ എത്ര വരണം? ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വേണം? 3 പ്ലേസ് വേണം. അതായത് 1 2 ഇവിടെ ഒന്നുകൂടെ കൊടുക്കണം. പിന്നെ നമുക്ക് ഡെസിമൽ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ആൻസർ വരുന്നത് 0.012. ഓപ്ഷൻ ഏതാണ് വരുന്നത്? 0.012 ഓപ്ഷൻ എ.